അപ്പം നിങ്ങൾ തമ്പനയിൽ അല്ലെങ്കിൽ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷനിൽ കണ്ട പോലെ തന്നെ ഞാൻ വേറെ ഒരു ബൈക്കും കൂടെ വാങ്ങിച്ചു. വേറൊരു ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹസ്ക്വർണയുടെ സ്വന്തം സ്വാർട്ട്പിലൻ 250. ഇതെന്ന് വെച്ചാൽ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് കേട്ടോ. സെക്കൻഡ് ഹാൻഡ് എന്ന് പറയാൻ പറ്റില്ല, ആകെ ഓടിയേക്കണത് 130 കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത്. ഇപ്പം ഏകദേശം ഒരു 650ഓളം കിലോമീറ്റർ ഓടി. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തിട്ട് നേരെ വീട് വരെ എത്തുമ്പോഴേക്കും ഈ വണ്ടി വാങ്ങിച്ച ആൾക്ക് ഈ ഒരു വണ്ടി വേണ്ടെന്ന് തോന്നി. ആൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു വണ്ടി അല്ലാന്ന് മനസ്സിലായപ്പോൾ ഡയറക്റ്റ് OLX ഇട്ടു. ഞാൻ ഈ ഒരു ബൈക്ക് കണ്ണൂർ പോയിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതായത് വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ എന്തായാലും വലിച്ചിട്ടില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എനിക്ക് തോന്നുന്നു പലരും ഇപ്പോഴും ഈ ഒരു ബൈക്ക് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കേരളത്തിലെ പല ഷോറൂമുകളിലും ഇപ്പോഴും ഈ ഒരു മോഡൽ എത്തിയിട്ടില്ല. 1-2 ഷോറൂമുകളിൽ മാത്രമാണ് ഈ ഒരു വണ്ടി ഇപ്പോഴും ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ഷോറൂമുകളിൽ ഈ ഒരു ബൈക്ക് എത്താനായിട്ട് മുമ്പ് തൃശ്ശൂരത്തെ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലത്തെ ആദ്യത്തെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഞാൻ എടുത്തിരിക്കുകയാണ്. അതായത് അവരുടെ ഷോറൂമിൽ ഞാൻ ആദ്യത്തെ ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇടാനായിട്ട് മുമ്പ് അതിൻ്റെ സെക്കൻഡ് ബൈക്ക് ഞാൻ തൃശ്ശൂർ ഇറക്കി. അപ്പോൾ ഈ ഒരു ബൈക്കിന് ആദ്യം തന്നെ ചുരുക്കി പറയാൻ വെച്ചാൽ ഇപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിച്ച് ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാൻ വെച്ചാൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമുക്ക് സിറ്റിയിലും അതേപോലെ തന്നെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു സ്ക്രാംബ്ലർ മോഡൽ തന്നെയാണ് നമ്മുടെ സ്വാർട്ട്പിലൻ 250 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നത് 250cc സെഗ്മെന്റിൽ സിംഗിൾ സിലിണ്ടർ ബൈക്കുകളിൽ കിട്ടാം. അപ്പോൾ അതേ സെയിം എഞ്ചിനോട് കൂടിയിട്ടാണ് ഈ ഒരു വണ്ടിയുടെയും അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെ ബൈക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മോഡലിൽ വിളിക്കാം. CBR 250R ഇപ്പോൾ എന്തായാലും ഇറങ്ങാത്ത സ്ഥിതിക്ക് ഡിസൈൻ എടുത്ത് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ലുക്ക് ഒരു രക്ഷയില്ലാട്ടെ. ഇവിടെ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ശരിക്കും വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് തോന്നാം. പക്ക ഒരു റെട്രോ ലുക്കിലുള്ള ഭയങ്കര സ്ലിം ആയിട്ടുള്ള ഒരു LED ഹെഡ്ലാമ്പാണ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു LED ഹെഡ്ലാമ്പാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. നൈറ്റ് ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള DRലൊക്കെ കത്തി കിടക്കണം കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് ശരിക്കും ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഹാഫ് വരെ ഓക്കെയാണ്, പക്ക വെറൈറ്റി ലുക്കും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കണ പോലെയല്ല, ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നവിക്കൊക്കെ പിറന്ന അല്ലെങ്കിൽ ഇപ്പോൾ നവിക്കൊക്കെ പരിണാമം സംഭവിച്ച രീതിയിലുള്ള ഒരു ബാക്ക് ഡിസൈനാണ് ഈ ഒരു ബൈക്കിന് വന്നിട്ടുള്ളത്. നേരിട്ട് കാണുമ്പോൾ അത്രത്തോളം ഇല്ല കേട്ടോ, പക്ഷേ ഫോട്ടോസിലൊക്കെ കാണുന്ന സമയത്ത് പക്ക ഒരു നവിയുടെ പോലെയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഫീൽ ചെയ്യുക. അത് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ള ഡിസൈനിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. ഇത്തിരി കൂടെ സ്ലിം ആയിട്ടുള്ള ഒരു ടൈലൊക്കെ ഈ ഒരു മോഡലിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഡുക്കാട്ടിയുടെ സ്ക്രാംബ്ലറൊക്കെ പോലെ ആയിരുന്നു ഈ ഒരു മോഡൽ. നമ്മുടെ ബെനലിയുടെ ലൈൻ ജീനോ അത്തരത്തിലുള്ള ഒരു ലുക്കിലാണ് ഇതിൻ്റെ ബാക്കിലത്തെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ. ലുക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഒരു ബാക്ക് സൈഡ് മാത്രമാണ് കുറച്ച് എന്താ പറയുക അകപതിച്ച് പോയി എന്ന് തോന്നിയത്. ഈ ഒരു പഴയ ലുക്കിലുള്ള ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെ ആ ഒരു അകപതിച്ച് പോയ ലുക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിലവിൽ നമുക്ക് ഈ ഒരു സിംഗിൾ കളറിലാണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഗ്രേ കളറും ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷോട് കൂടിയിട്ടുള്ള സിൽവർ കളറാണ് വന്നിട്ടുള്ളത്. ഇതെന്ന് വെച്ചാൽ ടാങ്ക് ബാഗൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാരിയറാണ്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇത്തിരി തള്ളി നിൽക്കണ 3D ഡിസൈനിലാണ് സ്വാർട്ട്പിലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലോഗോ ടാങ്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ടാങ്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് ഇഗ്നിഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കീക്ക് വേണ്ടിയിട്ടുള്ള ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമുക്ക് സീറ്റിൻ്റെ അടുത്തേക്ക് പോകാം. സീറ്റിൻ്റെ ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന സമയത്ത് ഒരു സിംഗിൾ സീറ്റ് പോലെ തോന്നെങ്കിലും ഈ ഒരു മോഡലിൽ സ്പ്ലിറ്റ് സീറ്റാണ് വന്നിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ടുള്ളത്. പക്ഷേ കംഫർട്ട് ഒരു കാരണവശാലും ഈ ഒരു സീറ്റിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് അതിപ്പോൾ റൈഡർക്കാണെച്ചാലും ബാക്കിലിരിക്കുന്ന ആൾക്കാണെച്ചാലും കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും. സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത്രമാത്രം കംഫർട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ സ്വാർട്ട്പിലൻ 250 എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി സീറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് കംഫർട്ടിൽ മാറ്റം വരുത്താൻ പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത് നടക്കുന്നുള്ള ഒരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ബൈക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പേരിനൊരു സീറ്റ് വെച്ചു, അതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കംഫർട്ട് തരുന്ന ഒരു സീറ്റാണ് ഇതിൻ്റെന്ന് വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ഈ ഒരു ബൈക്ക് വാങ്ങരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. ഒരുപാട് ലോങ് റൈഡ് പോകാൻ പറ്റില്ല എന്നല്ല പറയണത്, പക്ഷേ എല്ലാവർക്കും ഒരുപോലെ ഒരു കംഫർട്ട് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടണമെന്നില്ല. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല. എനിക്ക് ശരിയായില്ല, അതുകൊണ്ടാണ് ഞാൻ സീറ്റിൻ്റെ ഭാഗം അത്ര അങ്ങോട്ട് പൊക്കി പറയാത്തത്. പിന്നെ ഒരുപാട് വണ്ണമുള്ളവർക്കും അതേപോലെ തന്നെ വണ്ണം കുറഞ്ഞവർക്കൊക്കെ സിമ്പിളായിട്ട് ഈ ഒരു ബൈക്ക് കൈകാര്യം ചെയ്യാം. അക്കാര്യത്തിലൊന്നും വേറെ ടെൻഷനൊന്നും വേണ്ട. പക്ഷേ ഹൈറ്റ് കുറഞ്ഞവർക്ക് ചെറിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് സീറ്റായിട്ട് കൂടിയിട്ടുള്ള ഒരു മോഡലാണ് ഇതെന്ന് പറയുന്നത്. സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, വണ്ടി ത്രോട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല തരത്തിലുള്ള ഒരു ഇനീഷ്യൽ പുള്ളിങ് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഗ്രാബ് റെയിലിൽ പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബാക്കിലേക്ക് തലയിടിച്ച് വീണൊന്നും വരാം. അപ്പോൾ അത്തരത്തിൽ ഉള്ള ഒരു സീറ്റാണ് ഈ ഒരു ബൈക്കിൻ്റെ ബാക്കിലും വന്നിട്ടുള്ളത്. വേറെ നെഗറ്റീവ്സ് ഒന്നും എനിക്ക് പറയാനൊന്നുമില്ല. പിന്നെ ഒരു 450 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും വണ്ടിയുടെ സീറ്റ് കവർ ഇതെങ്ങനെ കയറി ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കീറി പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടി വാങ്ങിച്ചപ്പോൾ തന്നെ പരമാവധി നല്ലൊരു സീറ്റ് കവർ വാങ്ങിച്ചിടാം. ഇനിയിപ്പോൾ വണ്ടിക്ക് എത്രത്തോളം മൈലേജ് ഉണ്ടെന്ന് നോക്കിയാൽ ഏകദേശം ഒരു 28 മുതൽ 33 അതിൻ്റെ ഇടയിലാണ് വണ്ടിയുടെ ഒരു മൈലേജ് എന്ന് പറയുന്നത്.
അപ്പോൾ ടാങ്ക് കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടാങ്ക് റേഞ്ച് കുറവാണ്. ഇപ്പോൾ ഒരു ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം നമുക്കൊരു 300-350 കിലോമീറ്റർ കൂടുമ്പോൾ വണ്ടിയിൽ വീണ്ടും റീഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതെനിക്ക് ചെറിയ തരത്തിലുള്ള ഒരു പോരായ്മ പോലെ ഫീൽ ചെയ്തു. ഒരുപാടൊക്കെ ലോങ് റൈഡിന് വണ്ടി കംഫേർട്ട് അല്ലാന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ഈ ഒരു ടാങ്ക് കപ്പാസിറ്റി കുറവ് അല്ലെങ്കിൽ ഇപ്പോൾ മൈലേജ് കുറവ് എന്നുള്ള ഈ ഒരു കാരണം. പിന്നെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ വേറെ നെഗറ്റീവ്സും കാര്യങ്ങളൊന്നും എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല. റൗണ്ട് ഷേപ്പിലുള്ള അത്യാവശ്യം നല്ല വലിപ്പം കൂടിയിട്ടുള്ള ഒരു മീറ്റർ പോലെ തോന്നിയെങ്കിലും ചെറിയൊരു ഡിജിറ്റൽ മീറ്ററിലാണ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ബൈക്കിന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഇതിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്നുവെച്ചാലും ഈ ഒരു സെഗ്മെൻറ്റിൽ അടിപൊളി മീറ്റർ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. നമുക്ക് മേളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടാക്കോ മീറ്റർ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, സ്പീഡ് വന്നിട്ടുണ്ട്, ഇവിടെ ഫ്യൂൽ ഗേജ് ആണ് കാണിക്കുക, ഇവിടെ ടെമ്പറേച്ചറും ടൈമും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആവറേജ്, ടാങ്ക് റേഞ്ച്, അത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു മോഡലിൽ കാണാം. ഇതെന്ന് വെച്ചാൽ ABS സ്വിച്ച് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മുടെ ഡ്യൂക്ക് 250 കണ്ടിട്ടുള്ള പോലെ തന്നെ ബാക്ക് ABS നമുക്ക് ഓഫ് ആക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഓപ്ഷൻസും നമുക്ക് മീറ്റർ വഴി കൺട്രോൾ ചെയ്യാം. നല്ലൊരു മീറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. ആ കൂടെ ചെറുതായിട്ട് മഴയത്ത് ഓടിക്കുന്ന സമയത്ത് ഫോഗ് കാരണം പോലെ ഫീൽ ചെയ്തു. അത് മാത്രമാണ് എനിക്ക് ഇതിന്റെ ഭാഗത്ത് നിന്ന് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ബാക്കി ലുക്ക് കൊണ്ട് എല്ലാം കൊണ്ടും ആ ഒരു റെട്രോ സ്റ്റൈലിന് മാച്ച് ആയിട്ടുള്ള ഒരു മീറ്റർ തന്നെയാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. പിന്നെ ഹാൻഡിലെ ഒരു ഭാഗം എടുത്ത് നോക്കുന്ന സമയത്ത് വിറ്റ്പിലൻ 250 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു മോഡലിൽ നമുക്ക് 3-piece ഹാൻഡിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ RC 200 ഒക്കെ പോലെ. ഇതിലെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ, പക്ക ഒരു ഫ്ലോയിൽ ചെറിയൊരു ഹമ്പ് പോലെ ടാങ്കിന്റെ അവിടേക്ക് ഒരു കയറ്റുണ്ടെന്ന് മാത്രം. അത് നമ്മുടെ ചെറിയ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ടാങ്ക് പാഡ് പോലെ തോന്നിക്കുന്ന കാര്യത്തിൽ സീറ്റ് ആക്കിയേക്കുന്നത്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ. അപ്പോൾ ആദ്യം വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കാലെത്താനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ കുറച്ച് സീറ്റായിട്ട് കൂടുതലായ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. ഇതേപോലെ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാണ്ട് വണ്ടി എടുത്ത ഒരാളുടെ വണ്ടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ പരമാവധി ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ മാത്രമാണ് ഞാൻ പറയാം. മിനിമം ഒന്ന് കയറിയിരിക്കുകയെങ്കിലും ചെയ്യാം. അല്ലാണ്ട് ഈ ഒരു വണ്ടി വെറുതെ കാണാനായിട്ട് മുമ്പ് ഒരു കാരണവശാലും ബുക്ക് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വണ്ടി ത്രോട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടോ ബാക്ക് വീല് ചെറുതായിട്ട് സ്പിന്നാവുന്നുണ്ട്. അത്രയും ഒരു ഇനീഷ്യൽ പുള്ളിങ് ശരിക്കും ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറുകളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പിന്നെ റൈഡിങ് പൊസിഷനും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നുകൂടെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോർട്ട് ബൈക്കിൽ ഇരിക്കുന്ന പോലെയാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു ഫുഡ് ട്രസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഫീൽ ചെയ്യുക. കുറച്ച് ബാക്കോട്ട് നമ്മൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന് കുറച്ച് ബാക്കോട്ട് നീങ്ങിയിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഫുഡ് ട്രസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഇരിപ്പ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R15 വെർഷൻ 3 അതേ റൈഡിങ് പൊസിഷൻ വെച്ചിട്ട് ആ സീറ്റ് ആയിട്ട് കൂട്ടി എങ്ങനെയായിരിക്കും അവസ്ഥ. അതായത് കുറച്ച് മുന്നിലേക്ക് ഇങ്ങനെ എത്തിച്ച് നോക്കണ പോലത്തെ ഒരു റൈഡിങ് പൊസിഷനാണ് ഈ ഒരു ബൈക്കിൽ നിന്ന് ശരിക്കും ഫീൽ ചെയ്യണത്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന സമയത്ത് തീരെ ഒന്നും ഇല്ലാത്ത പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുക. ഫ്രണ്ടിൽ ഈ ഒരു മീറ്ററും 2 ഇൻഡിക്കേറ്റർ അല്ലാണ്ട് നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ഭാഗം കാര്യമായിട്ടൊന്നും നമ്മുടെ കണ്ണിൽ പെടില്ല. ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി നമ്മളെ വലിച്ചു കൊണ്ടുപോകണം. പക്ഷേ ഹൈവേയിൽ അത്രമാത്രം ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് ടോപ്പ് സ്പീഡിൽ പോകുന്ന സമയത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഒരു 75 മുതൽ 90 ഇടയിലാണ്. പിന്നെ ഒരുപാട് ഗിയർ ഡൗൺ ചെയ്യേണ്ടതായിട്ട് ഈ ഒരു മോഡലിൽ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതായത് എല്ലാ ഗിയറുകളും അത്യാവശ്യം നല്ലൊരു ടോർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു പവർഫുൾ ആയിട്ടാണ് ശരിക്കും ഫീൽ ചെയ്യുക. യാതൊരു തരത്തിലും ലാഗ് അടിക്കാണ്ടാണ് വണ്ടി കയറി പോവുക. നമ്മുടെ ഡ്യൂക്ക് 250 സെയിം ആ ഭാഗങ്ങളൊന്നും വേറെ മാറ്റങ്ങളൊന്നുമില്ല. സ്ലിപ്പർ ക്ലച്ചോട് കൂടിയിട്ടുള്ള 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഇനീഷ്യൽ പവറിനും ടോപ്പ് എൻഡിനും അത്യാവശ്യം നല്ല പോലെ തന്നെ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു മോഡലിൽ തന്നെ നമുക്ക് വിളിക്കാം. വേറെ ക്ലച്ചൊന്നും എനിക്ക് താങ്ങേണ്ടതായിട്ട് വന്നിട്ടില്ല. മൂന്നാമത്തെ ഗിയറിൽ നിന്ന് തന്നെ ഞങ്ങൾ വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. ഒരു രക്ഷയില്ല. ഭയങ്കര ഫണ്ണായിട്ട് തന്നെ ഈ ഒരു വണ്ടി ഓടിച്ചു കൊണ്ടു നടക്കാം. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്നോ വണ്ടിയുടെ പവറിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു തരത്തിലുള്ള നെഗറ്റീവ്സും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പോരായ്മയോടും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യില്ല. സിംഗിൾ ഓടിക്കുമ്പോഴൊന്നും ഈ ഒരു ബൈക്കിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കാരിയറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ലഗേജ് കാര്യങ്ങളൊക്കെ ടാങ്കിലും ബാക്കിലൊക്കെ ആയിട്ട് ക്യാരി ചെയ്യാനായിട്ട് പറ്റും. സിംഗിളായിട്ട് നിങ്ങൾക്ക് ലോങ് റൈഡ് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരുപാട് വെയിറ്റും കൂടെ ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഹയർ സ്പീഡിൽ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ലോങ് റൈഡിനൊന്നും ഒരുപാട് ഞാൻ ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്യാണ്. പിന്നെ സർവീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലായിട്ടുള്ള KTMന്റെ ഷോറൂമുകളിൽ തന്നെയാണ് ഈ ഒരു മോഡലിന് സർവീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതായത് ഒരു KTM ഡ്യൂക്ക് 250 അല്ലെങ്കിൽ ഒരു 390 വരണ മെയിൻ്റെനൻസ് കോസ്റ്റ് തന്നെ ഈ ഒരു മോഡലിന് വന്നിട്ടുണ്ട്. ഒരു 2000 മുതൽ 3500 ആ ഒരു റേഞ്ചിലാണ് ഇതിന്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ സർവീസ് സെൻറ്ററുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല, കുറവാണ്. ഇപ്പോൾ എല്ലാ KTMന്റെ ഷോറൂമുകളിലും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബൈക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ പുതിയ സർവീസ്
ചെയ്യണ എക്സിക്യൂട്ടീവ്സിനെ തിരഞ്ഞെടുത്തതിന് ശേഷം അല്ലെങ്കിൽ മെക്കാനിക്കോട് വന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ സർവീസ് ബെറ്റർ എന്ന് പറയാൻ പറ്റുക. ഇപ്പോൾ സർവീസിനെ കുറിച്ചിട്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഇത്ര വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഈ ഒരു ബൈക്ക് എന്തിനു പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുള്ളി ലുക്കും ഫോട്ടോസും കണ്ടിട്ട് കണ്ണൂരത്തെ ആദ്യത്തെ ബൈക്ക് എടുത്താണ്. അപ്പോൾ പുള്ളി വണ്ടി വാങ്ങിച്ചതിന് ശേഷമാണ് മനസ്സിലായത് പുള്ളി ഉദ്ദേശിച്ച പോലത്തെ ഒരു ടേസ്റ്റ് അല്ല ഈ ഒരു വണ്ടിക്കുള്ളത് എന്നുള്ള ഒരു കാര്യം. ഇത് മാത്രമല്ല, ഇതിനു മുമ്പ് നമ്മുടെ BMW-ന്റെ 310GS ഇറങ്ങിയ സമയത്തും RR3 ഇറങ്ങിയ സമയത്തും പുതിയ ഡൊമിനാർ 400 ഇറങ്ങിയ സമയത്തും എൻ്റെ കയ്യിൽ ആ ബൈക്കുകളുടെ R15 വെർഷൻ 3 വരെ എൻ്റെ കയ്യിൽ സെക്കൻഡ് ഹാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 100-200 കിലോമീറ്റർ ഓടിയത്. MT-15 വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടികളൊക്കെ ആ ബൈക്കുകളുടെ സെഗ്മെന്റ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ സെഗ്മെന്റിലെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള വണ്ടികളാണ്. പക്ഷെ ഇത് എന്താണ് ഈ വണ്ടി എന്ന് മനസ്സിലാവാത്തവർ ഈ വണ്ടി എടുക്കുന്ന സമയത്താണ് ഇതേപോലെ OLX-ൽ ഇടേണ്ട അവസ്ഥ വരുന്നത്. ഇപ്പോൾ ഒരിക്കലും ഇതൊരു റെട്രോ ലുക്കിലുള്ള ബൈക്കാണ്. നമുക്ക് ബുള്ളറ്റ് 350 ഓടിച്ചുകൊണ്ട് നടക്കണം പോലെ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ജാവയുടെ പോലത്തെ ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ബൈക്ക് എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വണ്ടി പോയി എടുക്കാണ്ടിരിക്കുക. ഇതിന്റെ തന്നെ ഒരു കഫേ റേസർ മോഡലും കൂടി ഉണ്ട്, നമ്മുടെ വിറ്റ്പിലൻ 250 എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഒന്നും കൂടെ റൈഡിങ് കംഫേർട്ട് കുറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പോൾ നോർമലായിട്ടുള്ള ഒരു റെട്രോ ക്ലാസിക്കൽ ലുക്കിലുള്ള ഒരു ബൈക്ക്, അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബൈക്ക് പോയി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണ പോലത്തെ ഒരു റൈഡിങ് കംഫേർട്ട് ആ ഒരു ബൈക്കിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് ഏത് സെഗ്മെന്റ് ആണ്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ബൈക്കുകൾ എടുക്കുക. ഇത് മാത്രമല്ല, ഏതൊരു ബൈക്ക് എടുക്കുന്ന സമയത്തും അത്തരത്തിൽ മനസ്സിലാക്കിയിട്ട് എടുക്കുക. Yamaha R15-ന് 55 മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 35 വയസ്സുള്ള ചേട്ടൻ ആ ഒരു വണ്ടി എടുക്കാൻ പോയിട്ടുള്ള ഒരു അനുഭവം എനിക്ക് നേരിട്ടിട്ടുണ്ടായിട്ടുണ്ട്. എന്നിട്ട് പുള്ളി തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ നടുവേനാന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ ഒരു വണ്ടി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ മൈലേജ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് R15 വെർഷൻ 3 എല്ലാവർക്കും പറ്റുന്ന ഒരു വണ്ടിയല്ല. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ എഞ്ചിൻ റിഫൈൻമെന്റിനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഒരു രക്ഷയില്ല. KTM-ന്റെ മുമ്പത്തെ ബൈക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ആ ഒരു കാര്യം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മുടെ പുതിയ 250 പോലെ തന്നെ എഞ്ചിൻ്റെ അടി കൂടിയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ട് എന്നുള്ള ഒരു കാര്യം ഫീൽ ചെയ്യുള്ളൂ. നോർമലായിട്ടുള്ള നമ്മുടെ ഈ റോഡുകളിൽ വണ്ടി ഹീറ്റ് ആവണുണ്ടോ എന്ന് വരെ ചിലപ്പോൾ ഡൗട്ട് തോന്നിയെന്ന് വരാം. പക്ഷേ ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് ചെറുതായിട്ട് ഹീറ്റിംഗ് അടിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അല്ലാണ്ട് കാര്യമായിട്ട് എടുത്ത് പറയാൻ മാത്രമുള്ള വൈബ്രേഷൻസ് ഹീറ്റിംഗ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തൊന്നുമില്ല. ഗിയർ ബോക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഫോൾസ് ന്യൂട്രലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ തോന്നില്ല. 5ാമത്തെ കഴിഞ്ഞ് 6ാമത്തെ ഗിയറിലേക്ക് ഇടുമ്പോൾ മാത്രമാണ് ചെറിയ തരത്തിലുള്ള ഒരു ലാഗ് ഫീൽ ചെയ്യുക. അത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു നമ്മുടെ ഈ റോഡുകൾ വെച്ചിട്ട് നമുക്ക് 5ാമത്തെ ഗിയർ വരെ തന്നെ ധാരാളം. 5 അല്ല 4ാമത്തെ ഗിയറിൽ തന്നെ നമുക്ക് മാക്സിമം ഒരു 100-110 ഈ ഒരു മോഡലിൽ കിടക്കാൻ പറ്റും. റോഡിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരു രക്ഷയില്ലാട്ടോ റോഡ് പ്രസൻസ്. കാരണം എന്താ വെച്ചാൽ എല്ലാവരും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് 50 ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് 5 ആ ഒരു മൈൻഡിലാണ് ആൾക്കാരുടെ ഒരു നോട്ടം എന്ന് പറയുന്നത്. ആ വീട് ലുക്ക് എന്നുള്ള ഒരു കമന്റ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെയിലിന്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മോഡിഫിക്കേഷൻ ചെയ്താൽ മതി കേട്ടോ. ഒരു രക്ഷയില്ലാത്തൊരു ഭംഗിയായിരിക്കും. ഞാൻ ഒരുപാട് മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ സ്വാർപ്പിലിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നു ഗൂഗിളിൽ. പത്രത്തിലൊക്കെ നോക്കുന്ന സമയത്ത് ടെയില് ഒന്നും കൂടെ ഒന്ന് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ആ ഒരു ലുക്കും കൂടെ. പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു മോഡലിൽ ഡബിൾ പർപ്പസ് ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ നനഞ്ഞ റോഡുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ചെളി നിറഞ്ഞ റോഡുകളിലും നല്ല തരത്തിൽ ഗ്രിപ്പിംഗ് ആയിരുന്ന രീതിയിലുള്ള ടയേഴ്സാണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. അതും ഈ ഒരു വണ്ടിയുടെ വീലിന്റെ ഭാഗത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഓഫ് റോഡ് പോകുമ്പോൾ അലോയ് വീൽ ഇട്ടിട്ടുള്ള വണ്ടികൾ കൊണ്ടുപോകുമ്പോൾ ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാം. പക്ഷേ ഈ ഒരു മോഡലിൽ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവില്ല എന്നാണ് ശരിക്കും തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു സ്പോക്ക് വീല് പോലെ സ്പോക്കോട് കൂടിയിട്ടുള്ള ഒരു അലോയ് വീലാണ് ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സപ്പോർട്ട് തന്നെ ശരിക്കും ഈ വീലിന്റെ ഭാഗത്തേക്ക് ഉണ്ട് എന്ന് പറയാം. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലോയ് വീൽ തന്നെയാണ് ഈ ഒരു മോഡലിന്റെ. ഓഫ് റോഡ് പോകുന്ന സമയത്ത് വീലിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ്സ് ഫീൽ ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. വണ്ടിയുടെ വെയിറ്റ് റേഷ്യോ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്തും ഓഫ് റോഡിലൊക്കെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാവുന്ന രീതിയിലുള്ള വെയിറ്റ് തന്നെയാണ് ഈ ഒരു മോഡലിന് കൊടുത്തിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയിറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. നമ്മുടെ RS200 ഒക്കെ പോലെ തന്നെ അത്രയും വെയിറ്റ് ആണ് ഈ ഒരു മോഡലിൽ വന്നിട്ടുള്ളത്. ഓഫ് റോഡ് കൊണ്ടുപോകുമ്പോൾ ആകെ കൂടെ ഷോർട്ട് റൈഡേഴ്സിന് പാരാവാനുള്ള ഒരു സാധ്യത എന്ന് വെച്ചാൽ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് മാത്രമാണ്. വേറെ എല്ലാം കൊണ്ടും വളരെ സുഖമായിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ഓഫ് റോഡുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡലിൽ കൊണ്ടുപോകാം. ഹിമാലയന് അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പൾസ് ഒക്കെ കൊണ്ടുപോകുന്ന പോലെ ഈ ഒരു ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ചോദിക്കാൻ വെച്ചാൽ അത്ര ഒരു കംഫർട്ട് ഓഫ് റോഡിന് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിൽ വീലും ഒരു കാരണം തന്നെയാണ്. അലോയ് വീലിനൊക്കെ താങ്ങാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിന് മേലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അലോയ് വീൽ ഒടിഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഡാമേജ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഒരുപാട് ഓഫ് റോഡിന് പറ്റിയ ഒരു വണ്ടി ഇത് പറയില്ല. നല്ലൊരു സ്ക്രാംബ്ലർ മോഡൽ എന്ന് തന്നെ നമുക്ക് വിളിക്കാം. കട്ടയ്ക്ക് ഈ ഒരു ബൈക്കിന് ഒരു കോമ്പറ്റീറ്റർ ഇല്ലാത്തവർത്തോളം കാലം ഈ ഒരു ബൈക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ സിംഗിൾ സിലിണ്ടർ വണ്ടികളിൽ ഒരു രാജകുമാരനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വേറെ ഡൗട്ടുകളൊന്നും വേണ്ട. ജസ്റ്റ് പോവുക, ഇത്തരത്തിലുള്ള ഒരു സ്ക്രാംബ്ലർ മോഡലാണ് നിങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക, വണ്ടി വാങ്ങാം. പിന്നെ ഒരുപാട് പേര് ഈ ഒരു ബൈക്ക് ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള വണ്ടിയാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അത്ര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കാണ് ഇതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എൻട്രി ലെവലൊന്നും പറയാൻ പറ്റില്ല. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെ വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബൈക്ക് എടുക്കണവർക്ക് അത്രമാത്രം ഒരു കംഫർട്ട് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി
മനസ്സിൽ വയ്ക്കുക. പിന്നെ വണ്ണം കുറഞ്ഞവർക്കും മെലിഞ്ഞവർക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ വേറെ യാതൊരു തരത്തിലുള്ള ലുക്കിലാണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്താണെച്ചാലും ബുദ്ധിമുട്ടുകൾ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം നല്ല കാലിനൊക്കെ നല്ല നീളം കൂടിയവർക്കാണെച്ചാൽ സിമ്പിളായിട്ട് കാലും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലേക്കായിട്ട് ഹോൾഡ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചിട്ട് ആ കാര്യങ്ങളിലൊന്നും വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അതായത് ടാങ്കിൻ്റെ മേളിലേക്ക് ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ ഉണ്ടാവില്ല. പിന്നെ ഒരുപാടൊക്കെ കാലിന് നീളം കൂടിയവർക്ക് കുറേ ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം ചിലപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു പെയിൻ ഉണ്ടാക്കിയെന്ന് വരാം. അത് സ്റ്റാർട്ടിങ്ങിൽ മാത്രമാണ് ഉണ്ടാവുക. കുറച്ച് അങ്ങോട്ട് ഓടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. പിന്നെ ഓഫ് റോഡൊക്കെ പോകാൻ നമുക്ക് എണീറ്റ് നിന്ന് ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഹാൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് താന്നിട്ടാണ്. അപ്പോൾ നമ്മൾ എണീറ്റ് നിന്നെങ്കിൽ തന്നെ നടു വളഞ്ഞിട്ട് ഈ ഒരു എൽ ഷേപ്പിലായിരിക്കും നമ്മുടെ ഒരു നിൽപ്പ് എന്ന് പറയുന്നത്. ഓഫ് റോഡിൽ അത്രമാത്രം എണീറ്റ് നിൽക്കാനൊന്നും ഈ ഒരു മോഡലിൽ എന്തായാലും പറ്റില്ല. പിന്നെ ടാങ്ക് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഹഗ് ചെയ്തിരിക്കാം കേട്ടോ. പിന്നെ ഇതിനൊരു വിൻസ്ക്രീനിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിക്കാന്ന് വെച്ചാൽ നല്ലപോലെ തന്നെ വിൻ ബ്ലാസ്റ്റ് നല്ലൊരു സ്പീഡിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുമ്പോൾ ഒരു വിൻസ്ക്രീൻ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത്രയും ബെറ്റർ. പക്ഷേ ഇത് അത്രമാത്രം ഒരു 130 ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഓടിക്കണമെങ്കിൽ ഓടിക്കാം. പക്ഷേ ഒരു കംഫർട്ട് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 75, 80, 90 ആ ഒരു സ്പീഡിലാണ്. ആ സ്പീഡിൽ വലിയ കാര്യമായിട്ടുള്ള വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ നോയ്സ് ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് തന്നെ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഓടിച്ച് കൊണ്ടുനടക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിച്ചതിന് ശേഷം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് വല്ലവരും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗറ്റീവ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ്.